ലഭ്യമാക്കുന്ന റോബോട്ടിക് ജുറാസിക് പാർക്ക്. ഭൂമി അടക്കി വാഴാൻ പോകുന്ന റോബോട്ടുകളുടെ തുടങ്ങി അനവധി മായിക കാഴ്ചകളുമായി കൊല്ലം സമ്മർ എക്സ്പോ ആശ്രാമം മൈതാനത്ത് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഈ അവധിക്കാലം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സമ്മർ എക്സ്പോയിലേക്ക് വന്നിരിക്കുകയാണ് കൊല്ലം ആശ്രമം മൈതാനത്ത്. അപ്പം ഇത് ഇന്ന് നമ്മൾ ഇവിടെ മൊത്തവും നല്ല സെറ്റപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ജിറാസിക് പാർക്ക് എങ്ങാണ്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ആദ്യമേ തന്നെ ജഡായോ പരുന്തോ എന്തോ ഇരിക്കുന്നു, വലുതായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കുറേ ഒട്ടകപ്പക്ഷിയും അല്ലാത്തയൊക്കെ. ഇതിൻ്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്, ഭയങ്കര സെറ്റപ്പാണ്. ഇതിൻ്റെ ശബ്ദം ഞാൻ കേൾപ്പിച്ചു തരാം. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് സമ്മർ വെക്കേഷൻ അടിച്ചു പൊളിക്കണം. നല്ല രസമാണ്. ഭയങ്കര ജിറാസിക് പാർക്ക് കണക്ക് നല്ല സെറ്റപ്പൊക്കെയാണ്. എല്ലാവരും വരണം. ഫാമിലി ആയിട്ട് വരുന്ന നല്ല സൂപ്പറായിരിക്കും. ഫ്രണ്ട്സും ഫാമിലിയും കസിൻസും എല്ലാവരും കൂടെ ആയിട്ട് വരുന്ന നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ നല്ല ലൈറ്റും പിന്നെ കുറേ ഡൈനോസർ അലറുന്നതിൻ്റെയൊക്കെ ശബ്ദം നല്ലപോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തോ ഉണ്ടെന്നാണ് പറയുന്നത്. അതെന്തുവെന്ന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് കാണാം. ഈ കിളിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. കാണുമ്പോൾ റിയൽ കണക്കിരിക്കുന്നു. ഇതെന്തോ വെച്ചൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നതൊക്കെ കൊള്ളാമല്ലേ. പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് നല്ല സെറ്റപ്പാണ്. ഇത് ഭയങ്കര ആർട്ടിസ്റ്റുമാരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ കൊള്ളാമല്ലേ. ഇവിടുത്തെ ഈ പെൻഗ്വിനും ഈ ഡൈനോസോർ ആണെങ്കിൽ കണ്ടിട്ട് എൻ്റെ അനിയൻ കണ്ടിട്ട് അതിൻ്റെ അടുത്ത് പോലും നിൽക്കുന്നില്ല, പേടിയാവുന്നു. സത്യത്തിൽ ഇത് കാണാൻ റിയൽ കണക്കുണ്ട്. ഇത് തന്നെ കടിച്ചിരുന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നൊരു പോസാണ്. കൊള്ളാമോ. ഇവിടെ മൊത്തം ഡൈനോസോർ കഴിഞ്ഞ് ഇനി അടുത്തത് എന്തോ ഒരു റോബോട്ടൊക്കെ ഞാൻ റോബോട്ടൊക്കെ കണ്ടു. ഒരു വലിയൊരു റോബോട്ട്, ഒരു മനുഷ്യൻ്റെ. പിന്നെ ഒരു പട്ടിയുടെ റോബോട്ടും കണ്ടോ. പട്ടിയുടെ റോബോട്ടും കൊണ്ട് പോകുന്ന കണ്ടോ. നല്ല രസമുണ്ട്. ഇത് നമ്മൾ പരസ്യത്തിലൊക്കെ കാണാറുണ്ട്. ആദ്യമായിട്ട് റിയലായിട്ട് നമ്മുടെ മുമ്പിൽ ഇന്ന് ഷേക്ക് ഹാൻഡൊക്കെ തരും കേട്ടോ. ചാടുന്ന കാണും. ചാടുമ്പോൾ നമ്മൾ പേടിച്ചങ്ങ് പോവും. നമ്മൾ പുറയിലോട്ട് പോകും. ഒരാൾ കൺട്രോൾ ചെയ്യുന്നതല്ല, തനിയെ അനങ്ങുന്നതൊന്നുമല്ല. ഒരാൾ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യുന്ന. എൻ്റെ അനിയന് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത്. ഇതെന്തോ കാണിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ ഫോട്ടോ എന്തോ കാണിക്കുക. നല്ല രസമുണ്ട് കാണാൻ. ഇത് ചാടുന്നതാണ് നമ്മൾക്ക് പേടിയാവുന്നത്. പിന്നെ ഒരു മനുഷ്യൻ്റെ റോബോട്ടുണ്ട്. അത് നമുക്ക് ഷേക്ക് ഹാൻഡ് മാത്രം തരും. പിന്നെ എന്നിട്ട് ഓടിക്കളയും. ഇതാണ് മനുഷ്യൻ്റെ റോബോട്ട്. ഇത് നമുക്ക് ഷേക്ക് ഹാൻഡ് തരും. പിന്നെ വേറെ എന്തൊക്കെയോ ചെയ്യും. പിന്നെ ഡാൻസൊക്കെ കളിക്കും. അത് മാത്രമേ ഉള്ളൂ. പട്ടിയുടെ റോബോട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട. മനുഷ്യൻ്റെ റോബോട്ട് ടാറ്റയും കൂടെ തന്നിട്ട് ടാറ്റ കാണിച്ചിട്ട് പിന്നെ പോവും. എന്നിട്ട് ഈ പട്ടിയുടെ റോബോട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് വന്നിട്ടൊന്ന് ഇങ്ങനെ ചാടി ഇങ്ങനെയൊക്കെ വരുന്നത്. നല്ല റോബോട്ടാണ് പട്ടിയുടെ.
ഇവിടെ നമ്മുടെ 3D സിനിമയാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. 3D സിനിമ നമ്മൾ നിന്നോണ്ടൊക്കെയാണ് കാണണ്ട. നല്ല രസമായിരിക്കും. നമ്മൾ റിയലി ഓരോ സ്ഥലത്തൊക്കെ പോകുന്ന കണക്കായിരിക്കും. നല്ല സെറ്റപ്പിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഞാൻ ഇതേ കണക്കൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്. ഞാൻ നമ്മുടെ പ്ലാനറ്റോറിയം ഇല്ലേ നമ്മുടെ തിരുവനന്തപുരത്ത്, അവിടെ പോയിട്ടുണ്ട്. അവിടെ നല്ല കിടു സെറ്റപ്പാണ്. നമ്മുടെ പ്ലാനറ്റ് റിയലി നമ്മൾ ആകാശത്ത് പോകുന്ന കണക്ക്. ഇത് നമ്മുടെ എവിടെയോ അഡ്വഞ്ചർ പാർക്കിൽ പോകുന്നതിൻ്റെ എന്തോ 3D സിനിമയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഇവിടെ മൊത്തവും ഭയങ്കര ഇരുട്ടാണ്. ഇവിടെ തുടങ്ങി സിനിമയുടെ ഇത് തുടങ്ങി. ഇവിടെ മൊത്തം സിനിമ. ആദ്യം ഇതൊക്കെ ആൾക്കാർ വന്നിട്ടേ ഇത് തുടങ്ങത്തുള്ളെന്ന് തോന്നി. ഇതിൻ്റെ ഇത് ഇങ്ങനെ ചുമ്മാ ഇട്ടേക്ക്, സ്ക്രീൻ ചുമ്മാ ഇങ്ങനെ ഓണാക്കി ഇട്ടേക്ക്. എന്നിട്ട് ആൾക്കാർ കൂടുതൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇച്ചിരി പേരെ വന്നുള്ളൂ. ഇച്ചിരി പേരും കൂടെ വന്നാൽ ഇപ്പം തുടങ്ങും. ഞങ്ങളിപ്പോൾ 3D സിനിമ കഴിഞ്ഞിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. നല്ല രസമായിരുന്നു. അവിടെ നമ്മൾ തല കറങ്ങി വീഴുന്ന കണക്കുണ്ട്. മലയുടെ ഇടയ്ക്കൂടെയൊക്കെ പ്ലെയിൻ പോകുന്ന കണക്കത്തെ സിനിമ. പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി. എൻ്റെ അനിയനൊരു ആഗ്രഹം ട്രെയിനിൽ കയറണമെന്ന്, അങ്ങനെ കയറിയതാണ്. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണിയും കൂടെ ഞെക്കുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷനും കൂടെ അതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ.